സർ ഈ അടുത്ത കാലത്തും അങ്ങ് പ്രസംഗിച്ചു കേട്ടു. ഇന്ത്യ എന്ന കമ്പോളം, ഇന്ത്യ എന്ന ജനതയല്ല, ഇന്ത്യ എന്ന മാർക്കറ്റ്, ചന്ത, സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന സുവർണകാലം, അങ്ങ് കാണുന്ന സ്വപ്നം, യുവർ ഡ്രീം. സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലെ കള്ളപ്പണക്കാരുടെ പേരും വിവരവും മേൽവിലാസവും വരെ മറച്ചു പിടിക്കുമ്പോഴും ഇല്ലായ്മക്കാരന്റെ ഉപ്പിനും മുളകിനും മണ്ണെണ്ണയ്ക്കും ഉണ്ണുന്ന ചോറിനും വരെ ചുങ്കം ചുമത്തുന്ന സാമ്പത്തിക ശാസ്ത്രം. അവന്റെ റേഷൻ സബ്സിഡി റദ്ദ് ചെയ്യുമ്പോഴും IT പ്രഭുക്കന്മാർക്കും കോർപ്പറേറ്റുകൾക്കും പെട്രോളിയം കമ്പനികൾക്കും രാജ്യം തീരെഴുതുന്ന ലിബറലിസം. സർ, പിന്നെ ആണവോർജം, ICB മിസൈൽസ്, അന്തർവാഹിനികൾ, വാർഹെഡ്സ്, ഗ്ലോബൽ ന്യൂക്ലിയർ ക്ലബിൽ മെമ്പർഷിപ്പ്, പെട്ടിപ്പീടികയ്ക്ക് പോലും വിദേശ നിക്ഷേപം, ചന്ദ്രനിൽ ചെന്തൊട്ട സ്പേസ് ടെക്നോളജി. ഗ്ലോറീസ് ഓഫ് യുവർ ഏബിൾ ഗവർണൻസ്. സർ, കുപ്പത്തൊട്ടികൾക്ക് ചുറ്റും തെരുവ് നായ്ക്കളോട് കടിച്ചുകീറി മത്സരിക്കുമ്പോഴും ഒരു കൈ വറ്റിനും ഒരു എച്ചിലിലേക്കും അവകാശമില്ലാതെ പോകുന്ന അനേക ലക്ഷം കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ. ഏത് വിടന് വലവീശി പിടിക്കണമെന്ന മത്സരത്തിന്റെ മാംസക്കമ്പോളത്തിൽ എയ്ഡ്സും സിഫിലിസും ഹെപ്പറ്റൈറ്റിസും ഏറ്റുവാങ്ങാൻ നിത്യവും എത്രയോ വട്ടം ഉടുമുണ്ടഴിക്കുന്ന സ്വപ്നങ്ങൾ. ഭാരത സ്ത്രീത്വം, ഭാവശുദ്ധി, ദ ഡ്രീംസ് ഓഫ് ഇന്ത്യൻ വിമൻഹുഡ്. ഒരു വെടിമരുന്നിന്റെ തരിമ്പ് വീണുപോയാൽ ആളിപ്പടർന്നെല്ലാം സംഭരിക്കാൻ പോകുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ പൊള്ളുന്ന സ്വപ്നങ്ങൾ. ദ കളർലെസ്, ഓർഡർലെസ് ഡ്രീംസ് ഓഫ് ദ ഡിപ്രൈവ്ഡ്, ഓഫ് ദ ഡൗൺട്രോഡൻ. സർ, സ്വപ്നം കാണാൻ പോലും ജന്മാവകാശമില്ലാതെ പോയവന്റെ സ്വപ്നം കണ്ട് പഠിക്കണം ഇനി അവശേഷിക്കുന്ന നാടുകളിലെങ്കിലും അങ്ങയെപ്പോലുള്ള ഭരണാധികാരികൾ.